രാജ്യം ഭരിക്കേണ്ട ഭരണാധികാരി തന്നെ ലോകം ചുറ്റി നടക്കുവല്ലേ, പിന്നെ എന്തിനാണ് നിങ്ങൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വിദേശ പര്യടനത്തിനെ ചോദ്യം ചെയ്യുന്നതെന്ന് ബി.ജെ.പിയുടെ രാഹുലിനെതിരെയുള്ള വിമർശനത്തിന് മറുപടിയുമായി കോൺഗ്രസ് എം.പി പ്രിയങ്ക ഗാന്ധി രംഗത്ത്. വരുന്ന ഡിസംബർ 15 മുതൽ 20 വരെ രാഹുൽ ഗാന്ധി ജർമ്മനി സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ്. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു ബി.ജെ.പി രംഗത്ത് വന്നത്. എന്നാൽ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി വിദേശ പര്യടനം നടത്തുന്നത് മറ്റ് ലോക രാജ്യങ്ങളുമായി തന്നെ വ്യാപാരം, സാമ്പത്തികം തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ പ്രാതിനിധ്യം കൊണ്ടുവരുവാനും അവരുമായി തന്നെ ഊഷ്മളമായ ഒരു സുഹൃത്ത് ബന്ധം സ്ഥാപിക്കാനും വേണ്ടിയാണ്. എന്നാൽ മറിച്ച് രാഹുൽ ഗാന്ധിയുടെ വിദേശ സന്ദർശനങ്ങളാകട്ടെ, ആ സന്ദർശനങ്ങളുടെ ലിസ്റ്റുകൾ പരിശോധിച്ചാൽ തന്നെ അത് നമുക്ക് അറിയാൻ സാധിക്കും. ഒരിക്കൽ പോലും ഇന്ത്യക്ക് നല്ലത് ഭവിക്കുന്ന ഒന്നും തന്നെ രാഹുൽ ഗാന്ധി ചെയ്തിട്ടില്ല. പലപ്പോഴും വിദേശ നാടുകളിൽ പോയിക്കൊണ്ട് തന്നെ അവിടെ മൈക്കിലൂടെ ഇന്ത്യ വിരുദ്ധത മാത്രമാണ് വിളിച്ചു പോകുന്നത്. വിദേശ ശക്തികളുമായി തന്നെ കൂട്ടുചേർന്നുകൊണ്ട് തന്നെ ഇന്ത്യയെ തകർക്കാനുള്ള ഗൂഢ പദ്ധതികൾ മെനയുകയാണ് പലപ്പോഴും രാഹുൽ ഗാന്ധി ചെയ്തിട്ടുള്ളതെന്ന വിമർശനങ്ങളാണ് ഇപ്പോൾ പൊതുവായി തന്നെ ഉയർന്നു കേൾക്കുന്നത്. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ബി.ജെ.പി ശക്തമായ ഒരു മറുപടി നൽകിക്കൊണ്ട് ആഞ്ഞടിച്ച് രംഗത്ത് വരാൻ കാരണമായതും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ പ്രവർത്തന സമയത്തിന്റെ പകുതിയോളം തന്നെ രാജ്യത്തിന് പുറത്ത് ചിലവഴിക്കുമ്പോൾ എന്തിനാണ് പ്രതിപക്ഷ നേതാവിനെതിരെ ചോദ്യങ്ങൾ ഉയർത്തുന്നതെന്നായിരുന്നു പ്രിയങ്ക ഗാന്ധി ചോദിച്ചത്. എന്നാൽ രാഹുൽ ഗാന്ധി ആകട്ടെ ഇന്ത്യയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട സുപ്രധാനമായ പല കാര്യങ്ങളിൽ പോലും വിട്ടുനിൽക്കുകയും ആ സമയങ്ങളിലെല്ലാം തന്നെ വിദേശ പര്യടനം നടത്തുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങനെയല്ല. അദ്ദേഹം എത്രയൊക്കെ വിദേശ പര്യടനം നടത്തിയാൽ പോലും രാജ്യത്ത് സുപ്രധാന ദിവസങ്ങളിലും സുപ്രധാന കാര്യങ്ങൾ നടക്കുമ്പോഴെല്ലാം തന്നെ അദ്ദേഹം ഇവിടെ ഇന്ത്യക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ള വ്യക്തിയാണ്. എന്തിനധികം പറയുന്നു, ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പോലും അദ്ദേഹം വളരെ കാര്യക്ഷമമായി തന്നെ ഇന്ത്യക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചു. എന്നാൽ രാഹുൽ ഗാന്ധി ആകട്ടെ ആ സമയത്തും വിദേശ പര്യടനത്തിൽ തന്നെ മുഴുകുകയാണ് ഉണ്ടായതും. അതേസമയം രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തെ പരിഹസിച്ചുകൊണ്ടായിരുന്നു ബി.ജെ.പി രംഗത്ത് വന്നത്. രാഹുൽ പ്രതിപക്ഷ നേതാവല്ല, മറിച്ച് നേതാവാണ് എന്നതായിരുന്നു ബി.ജെ.പിയുടെ പരിഹാസം. വിദേശ നായകൻ ഒരിക്കൽ കൂടി തനിക്ക് ഏറ്റവും നന്നായി അറിയാവുന്ന കാര്യം ചെയ്യുന്നു. വിദേശ പര്യടനത്തിന് പോവുകയാണ്. ഡിസംബർ 19 വരെ പാർലമെന്റ് സമ്മേളനമുണ്ട്. എന്നാൽ രാഹുൽ ഗാന്ധി ഡിസംബർ 15 മുതൽ 20 വരെ ജർമ്മനി സന്ദർശിക്കാൻ പോവുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. രാഹുൽ LOP ആണ്, അതായത് ലീഡർ ഓഫ് പര്യഡ് എന്നതാണ് ബി.ജെ.പി വക്താവായ ഷഹസാദ് പുനാവാല എക്സിലൂടെ കുറിച്ചിരിക്കുന്നത്. ബീഹാർ തിരഞ്ഞെടുപ്പ് സമയത്തും അദ്ദേഹം വിദേശത്ത് തന്നെ ആയിരുന്നുവെന്നും അതിനുശേഷം ജംഗിൾ സഫാരിയിൽ എത്തുകയാണ് ചെയ്തതെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. മോദിജി തന്റെ പ്രവർത്തന സമയത്തിന്റെ പകുതിയോളം രാജ്യത്തിന് പുറത്താണ് ചിലവഴിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് യാത്ര ചെയ്യുന്നതിനെക്കുറിച്ച് അവർ എന്തിനാണ് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് എന്നതായിരുന്നു രാഹുൽ ഗാന്ധിക്കെതിരെ ബി.ജെ.പിയുടെ വിമർശനത്തിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മാധ്യമ പ്രവർത്തകരോട് പ്രിയങ്ക ഗാന്ധി മറുപടി നൽകിയത്. ഡിസംബർ 15 മുതൽ 20 വരെയാണ് രാഹുൽ ഗാന്ധിയുടെ ജർമ്മൻ സന്ദർശനം. അവിടെ അദ്ദേഹം ഇന്ത്യൻ പ്രവാസികളുമായി തന്നെ സംവദിക്കുകയും ജർമ്മൻ മന്ത്രിമാരുമായി തന്നെ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നതും. പാർലമെന്റ് അംഗവും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി ഡിസംബർ 15 മുതൽ 20 വരെ ജർമ്മനി സന്ദർശിക്കുന്നു. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ചെയർപേഴ്സൺ സാം പിത്രോയുടെ ഒപ്പം തന്നെ ഉണ്ടാകുമെന്നും ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ജർമ്മനി ഘടകം പ്രസിഡന്റ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നതായി തന്നെയാണ് പ്രസ്താവനകൾ പുറത്തു വന്നിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.